തൊണ്ണൂറുകളിലെ മലയാള സിനിമയിലെ സഹോദരി സങ്കല്പം ശ്രീമതി ഉഷ ഹസീന നിരവധി മലയാള സിനിമകളിൽ മോഹൻലാലിൻ്റെ സഹോദരിയായി വേഷമിട്ടു. ശ്രീമതി ഉഷ ഹസീനയാണ് ഇന്ന് ഈ മോഹൻലാലിൻ്റെ ജന്മദിനത്തിൽ ലാലേട്ടന് ആശംസകളും വിശേഷങ്ങളും ഒക്കെയായി നമുക്കൊപ്പം ചേരുന്നത്. ചേച്ചി, എങ്ങനെയാണ് ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുന്നത്? ആദ്യം തന്നെ ഞങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട ലാലേട്ടന് ജന്മദിന ആശംസകൾ നേരുന്നു. 2-3 വർഷം മുമ്പ് കോവിഡ് കാലത്ത് ഇതുപോലെ ഒരു പിറന്നാൾ ദിവസത്തിൽ, കോവിഡാണ്, ലോക്ക്ഡൗൺ ആയിരുന്നു ആലപ്പുഴയിൽ. അപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ അവർ എന്നെ കൊണ്ട് ആലപ്പുഴയിൽ അവരൊരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ദിവസം ചെയ്യാറുണ്ട്. ഈ ദിവസമല്ല, ലാലേട്ടൻ്റെ പേരിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഫാൻസ് അസോസിയേഷൻകാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാനായിരുന്നു വന്നവരുടെ ഒരുപാട് നമ്മുടെ പോലീസുകാർക്കൊക്കെ എല്ലാ പോലീസുകാർക്കും വേണ്ടിയിട്ട് മാസ്കുകൾ, പിന്നെ കുറേ വീടുകളിൽ ഞാൻ അവരോടൊപ്പം പോയിട്ട് വീടുകളിലൊക്കെ അവർക്ക് ഭക്ഷണ സാധനങ്ങളും അരി സാധനങ്ങളും ഒക്കെ കൊണ്ടു കൊടുക്കാൻ സാധിച്ചു. പിന്നെ വീണ്ടും ഇങ്ങനെ ജനം ടി വിയിൽ ലാലേട്ടൻ്റെ പിറന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടന് ഒരു പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിരവധി സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാത്തിലും അനീതിയായിട്ടൊക്കെ വേഷമിട്ടതാണ്. പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്നത് കിരീടം, ചെങ്കോല് അല്ലേ? അതിൻ്റെയൊക്കെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് കിരീടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ്. അത് ആദ്യത്തെ സീൻ തന്നെ ലാലേട്ടൻ തലകുത്തി നിൽക്കുന്ന സമയത്ത് ജനലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഞാനിപ്പോൾ എനിക്ക് ഷോട്ട് റെഡിയാണ് എന്ന് വന്ന് പറഞ്ഞ അസോസിയേറ്റ് ഡയറക്ടർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഷോട്ടിന് വേണ്ടി വന്നപ്പോൾ ജനലിൻ്റെ പുറത്ത് തന്നെയാണ് ഞാൻ വന്ന് നിന്നത്. ഇവിടെയാണ് പൊസിഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അകത്ത് നോക്കുമ്പോൾ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുക. ലാലേട്ടൻ ഇങ്ങനെ താറുപാച്ചി മുണ്ടു കയ്യിലേക്ക് കൊടുത്ത് തലയിൽ കുത്തി നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ പുള്ളി ചാടി എന്നിട്ട്, ഉഷ എനിക്കറിയാം, ഇത് എത്രാമത്തെ സിനിമയാണ്? അത് ഞങ്ങൾ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സീനിൽ അങ്ങനെയാണ് ഞാൻ ലാലേട്ടനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം ആ സിനിമ ഭയങ്കര ഹിറ്റായി. ഒരിക്കലും ഞാനപ്പോൾ വന്ന സമയമല്ലേ, സിനിമയിലേക്ക് വന്നു, എല്ലാ സിനിമയും നല്ല ഹിറ്റായിട്ട് പോകുന്ന സമയമാണ്. ആ സമയത്ത് തന്നെയാണ് പിന്നെ കുഞ്ഞച്ചൻ, സ്ത്രീധനം, എല്ലാ സിനിമയും ആ സമയത്ത് എല്ലാം 100 ദിവസത്തിന് മേലെ ഓടിയ പടങ്ങളാണ്. അപ്പോൾ ഈ സിനിമയും ഇതുപോലെ തന്നെ പോകും, ഇങ്ങനെ ഭയങ്കര ഹിറ്റാവും, എന്നും ഓർക്കത്തക്ക രീതിയിലുള്ളൊരു സിനിമ ആയിരിക്കും എന്നൊന്നും നമ്മളന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. ആ സിനിമയിലൊരു കഥാപാത്രമാകാൻ കഴിഞ്ഞ ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു അഭിനേത്രി എന്ന നിലയിൽ കിരീടത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയത് വലിയ ഭാഗ്യമാണ്. ഒപ്പം അതിൻ്റെ 2ാം ഭാഗം ചെങ്കോലിലും എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യാൻ പറ്റി. പക്ഷേ ചെങ്കോൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ 91-ൽ ലാലേട്ടൻ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം ആദ്യമായിട്ട് ഗൾഫ് ഷോയ്ക്ക് പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഷോ പ്ലാൻ ചെയ്യുമ്പോൾ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് ആലപ്പുഴയിൽ നടക്കുക. അപ്പോൾ ഞാൻ സിനിമയിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന സമയം വന്ന് കുറേ ഹിറ്റ് സിനിമകളൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ ഒരു ഇഷ്യൂസ് കാരണം ഞാൻ സിനിമയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന സമയമാണ്. അപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ വന്നപ്പോൾ എൻ്റെ ഫാദറിനെ കാണാൻ ലാലേട്ടൻ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാനൊരു ഗൾഫ് ഷോ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വീടിനടുത്ത് തന്നെയായിരുന്നു, ആ ഗുജറാത്തി സ്ട്രീറ്റിലായിരുന്നു ലൊക്കേഷൻ, സെറ്റിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. അവിടെ വെച്ചാണ് ഈ ഗൾഫ് ഷോയ്ക്ക് ഉഷയെ വരാൻ പറയണം, മുസ്ലിം പ്രോഗ്രാംസ് ഒരുപാട് അതിനകത്ത് ചെയ്യാനുണ്ട്, അപ്പോൾ ഞാൻ മാപ്പിളപ്പാട്ടൊക്കെ പാടും, പിന്നെ മുസ്ലിം പ്രോഗ്രാം എന്താണ് ഉഷയ്ക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം അത് ചെയ്യൂ എന്ന് പറഞ്ഞു. അതൊരു വലിയ ബ്രേക്കായിരുന്നു എനിക്ക്. ആ ഒരു ഷോയ്ക്ക് പോയതിന് ശേഷമാണ് പിന്നീട് ഞാൻ സിനിമയിൽ വീണ്ടും സജീവമായി വന്നത്. ആ ഷോ ഭയങ്കര ഹിറ്റായിരുന്നു. അന്നത്തെ കാലത്ത് സാധാരണ ആർട്ടിസ്റ്റുകൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഒരു സമയമല്ല. ഗാനമേളയ്ക്കിടയ്ക്ക് ക്ലാസിക്കൽ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഷോയിലാണ് മോനിഷ ഒക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് മോനിഷയുടെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഷോ എന്ന് പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകളും പാടുകയും ലൈവായിട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ഡാൻസിൻ്റെ ഒരു ഷോ, സ്റ്റേജ് ഷോയുടെ ഒരു എന്താ പറയുക, ഈ മെഗാ ഷോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, അത് തുടക്കം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ആ ഷോയിലൂടെയാണ് തുടക്കം. ആ ഷോയും ഭയങ്കര ഹിറ്റായിരുന്നു. അതിലുമൊക്കെ എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞു. അപ്പോൾ ഒപ്പമുള്ള ആളുകളെയൊക്കെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? തീർച്ചയായിട്ടും. ലാലേട്ടൻ ആദ്യം പറഞ്ഞത് തന്നെ ഉഷയെ കൊണ്ട് പെർഫോം ചെയ്യിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനും എൻ്റെ ഫാദറും പറഞ്ഞത് അത് വേണ്ട, ലാലേട്ടൻ്റെ ഷോയാണിത്, അതിൽ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. ഒപ്പം ലാലേട്ടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. അതുകൊണ്ട് ലാലേട്ടനും കൂടെ ഉൾപ്പെടുന്ന ഒരു ഒപ്പനയാണ്
ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരൊപ്പനയാണ് നമ്മൾ അന്ന് പെർഫോം ചെയ്തത്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അവിടുത്തെ കലീസ് ടൈംസിലൊക്കെ അതിനെക്കുറിച്ച് വാർത്തകളൊക്കെ വന്നതാണ്. ഇത്ര സിനിമകളിൽ മോഹൻലാലിൻ്റെ സഹോദരിയായിട്ട് വേഷമിട്ടിട്ടുണ്ട്. സഹോദരിയായിട്ട് ഈ 2 സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ. അല്ലാതെ പിന്നെ അല്ലാതെ കഥാപാത്രങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. കിരീടം സിനിമ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്. 6-7 സിനിമ അത്രയും ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഷോയാണ് ഞങ്ങൾ കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് ഈ ചെങ്കോല് കിരീടമൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് മോഹൻലാലിൻ്റെ ഒരു സഹോദരി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉഷയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. അത് എൻ്റെ ഭാഗ്യം. ആ സിനിമകളിൽ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തതും എല്ലാവരും മലയാള സിനിമയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ എടുത്തു വെക്കുന്ന പ്രധാനപ്പെട്ട 2 സിനിമകളിൽ ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അഭിനേത്രി എന്ന നിലയിൽ വലിയ ഭാഗ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിട്ടുണ്ട്. ഒരു പിന്നെ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് പോകുന്ന ഒരു വീഡിയോ. ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയൊരു കാഴ്ചയല്ല അല്ലെ? ഉഷ ആലപ്പുഴക്കാരെയാണ്. ഇതാരായി ഒരു വീഡിയോയ്ക്ക് പിന്നിൽ? അല്ല, എനിക്കറിയില്ല. ഞാൻ ആ ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ വന്നപ്പോൾ സ്റ്റില്ല് മാത്രം സ്ക്രീൻഷോട്ട് എടുത്താണ് ആദ്യം അയച്ചു. ഈ നടിയെ അറിയുമോ 90കളിൽ എന്നൊക്കെ പറഞ്ഞ് ഫുൾ എഴുതിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കായതുകൊണ്ട് ആ സമയം ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ വീഡിയോ ഉൾപ്പെടെ കണ്ണീർ പൂവിൻ്റെ. അപ്പോൾ ഞാൻ അയ്യോ ഇത് എവിടെ നിന്ന് ഇവരെടുത്തു എന്നുള്ളത് എനിക്ക് എൻ്റെ ആ ബൈക്ക് ഓടിച്ചിരുന്ന ഫൈസലാണ്. പിന്നെ അപ്പോൾ ഫൈസൽ ബൂത്ത് പ്രസിഡൻറ്റാണ്. അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉള്ള തിരക്കിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും LC ഓഫീസിലേക്ക് മീറ്റിങ്ങിന് പോകുമായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഈ പിന്നെ ഞങ്ങൾ താമസിച്ചാണ് പോയത്. പടിഞ്ഞാറ് നമ്മുടെ സ്റ്റേഷൻ്റെ ഇപ്പുറത്തുള്ള റെയിൽവേ ഗേറ്റ് കൂട്ടിയിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ടെൻഷനായി ഞങ്ങൾ. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുറേ വണ്ടി വന്ന് നിൽക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കാറ് വന്ന് നിന്നു. അതിലുള്ള ആൾക്ക് എന്നെ പെട്ടെന്ന് മനസ്സിലായി. അയാൾ എന്നെ ഹായ് കാണിച്ചു, ഞാനും ഹായ് കാണിച്ചു. അപ്പോൾ കാറിലുള്ളവരെയൊക്കെ അയാൾ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഇങ്ങനെ ഒരു സ്റ്റില്ലെടുക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ വീഡിയോ ആണെന്ന് എനിക്കറിയില്ല. ഇതെനിക്ക് ഓർമ്മയില്ല. ഞങ്ങളങ്ങ് പോയി. ഇത് വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഫൈസലിനെ വിളിച്ച് ചോദിച്ചു, ഫൈസൽ ഇത് എവിടെ നിന്ന് എടുത്തതാണെന്ന് വെച്ചപ്പോൾ ഹസീനയ്ക്ക് ഓർമ്മയില്ല, നമ്മളന്ന് റെയിൽവേ ഗേറ്റിൽ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അതാണ് അങ്ങനെയാണ് എടുത്തത്. അത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞതുപോലെ ആലപ്പുഴയിൽ എല്ലായിടത്തും തന്നെ ഇങ്ങനെയൊക്കെ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതല്ല പ്രശ്നം. ഞാൻ സാധാരണ നമ്മുടെ സുഹൃത്തുക്കളായ കവിത ടീച്ചറിൻ്റെ ബൈക്കിൻ്റെ പുറകെയും സിമി ഷാഫിഖാൻ്റെ ബൈക്കിൻ്റെ പുറകെയും പിന്നെ ഷമീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എല്ലാ പരിപാടിക്കും അവരൊക്കെയാണ് എന്നെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. ഹസ്ബൻഡൊന്നും ഇവിടെ കാണാറില്ല എപ്പോഴും. അപ്പോൾ ഞാൻ അവരുടെ ബൈക്കില്ല. ഇവർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിഷമോ, ഞങ്ങളുടെ കൂടെ ഇത്രയും നാൾ നടന്നിട്ട് എടുക്കാൻ പറ്റില്ല, ഇതാണല്ലോ എടുത്തത്. ആലപ്പുഴയിലുള്ളവരല്ല, അവർ ബീച്ചിലോട്ട് വന്ന ആരോ ആണ്. ആലപ്പുഴ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ നടി അവർ മറന്നിട്ടില്ല. അവർക്ക് മനസ്സിലായി, പെട്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അല്ല, മനസ്സിലാകും. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എവിടെ പോയാലും മനസ്സിലാകും. അത് നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും മേക്കപ്പ് ചെയ്യാതെ പോയാലും ഒക്കെ മനസ്സിലാവും. വൈറൽ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റുകളൊക്കെ വായിച്ചിരുന്നു. അത് വായിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്. കാരണം ആൾക്കാർക്കൊക്കെ ഇപ്പോഴും എനിക്കറിയില്ലായിരുന്നു എന്നെ ഇത്രയും ഇഷ്ടമാണ് ഈ കഥാപാത്രങ്ങളുടെ ഡയലോഗ്. ആ കഥാപാത്രം പറഞ്ഞ ഡയലോഗുകളൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നെ ഇത്രയും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ആൾക്കാർ. കാലമായിട്ട് ആരും മറന്നിട്ടില്ല. അതെ അതെ അതെ. ഡയലോഗുകൾ ഉൾപ്പെടെ ഓർമ്മിക്കുമ്പോൾ ആ നടിയെ അത്രയ്ക്ക് ആളുകൾ ഹൃദയത്തിൽ ഏറ്റിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും അവരതൊക്കെ ഓർക്കുന്നു, അതൊക്കെ കമൻറ്റ് ചെയ്തിരിക്കുന്നു, എന്നെ വീണ്ടും അഭിനയിക്കാൻ പറയുന്നു. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? സന്തോഷമാണ്, ഒത്തിരി സന്തോഷം. ഞാൻ ജനിച്ചെന്ന് കേട്ടൊരു പേര്, പിന്നെ ആഘോഷമായൊരു പേര്, ഇടം തോളൊന്നു മെല്ലെ ചരിച്ച്, കള്ളക്കണ്ണൊന്നിറുക്കി ചിരിച്ച്, വില്ലനായി അവതരിച്ച്, പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, അന്നു തൊട്ടിന്നു വരെ നമ്മുടെ മനസ്സാകെ കവർന്നെടുത്തേ. ലാലേട്ടാ ലാലാ 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 ലാലേട്ടാ ലാലാ 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 ലാലേട്ടാ ലാലാ 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 ലാലേട്ടാ ലാലാ ലാലാ ലാലാ. ഹാപ്പി ബർത്ത്ഡേ